പതിവ് പോലെ നമ്മൾ ഇന്നും നേരത്തെ എത്തിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ വണ്ടികളും ഇതാ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ ഒരു 4 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയാണ് ഫസ്റ്റ് താറിങ്ങിന് വെക്കേണ്ടത്. നമ്മൾ ലോഡിന് വെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുന്നിലായിട്ട് ഇതാ ഒരു വണ്ടി അടുത്ത ലോഡിന് വെക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാസർഗോഡേക്കാണ് കേട്ടോ നമ്മുടെ താറിങ്ങിൻ്റെ മിക്സ് ലോഡ് പോകുന്നത്. ഹായ്, നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ടേ. നമ്മളെ ഇന്നത്തെ താറിങ് വർക്ക് വരുന്നത് കാസർഗോഡ് നായന്മാർ മൂലയിലാണ്. അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ ഇതാ ദൂരെയായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ പേവർ എത്തിയിട്ടില്ല കേട്ടോ. നമ്മുടെ പേവർ മെഷീൻ അവിടുന്ന് ദൂരെയായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പേവർ മെഷീൻ എത്തി കഴിഞ്ഞാലാണ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ നിലവിൽ നമ്മൾ 6 ടിപ്പറുകളായിട്ട് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഓരോ ടിപ്പറുകളും ഇവിടെ ഇതാ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അതുപോലെ തന്നെ ദൂരെയായിട്ട് 2 റോളറും വന്ന് നിൽപ്പുണ്ട്. നമ്മുടെ ഇന്നത്തെ താറിങ് നടക്കുന്നത് നായന്മാർ മൂലയുള്ള അതാ ടോട്ടോ മാളിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. ഇവിടുത്തെ ടോപ്പ് ലെയർ താറിങ് ആണ് കേട്ടോ. നമ്മുടെ ഫൈനൽ ലെയർ താറിങ്ങിൻ്റെ വർക്കാണ് ഇന്ന് നടക്കുന്നത്. നമ്മുടെ ഓരോരോ ടിപ്പറുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2 പ്ലാനിൽ നിന്നിപ്പോൾ മിക്സ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പേവർ ഇതുവരെ എത്തിയില്ല, വന്നുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. അത് പതിയെ പതിയെ നീങ്ങത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വന്ന ടിപ്പർ അവിടെ വളച്ച് ബാക്കിയുള്ള ടിപ്പറിൻ്റെ മുന്നിലായിട്ട് ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. ഓരോരോ വരുന്ന വണ്ടികളൊക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ നിർത്തിയിടും. സർവീസ് റോഡിൽ കൂടെയൊക്കെ ഇതാ ബസ്സൊക്കെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. നമ്മുടെ പേവറുകൾ ഇതാ 2 മിഷൻ വരിയായി ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ ടിപ്പറുകൾ ഇതാ ഒരുപാടെണ്ണം ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. ആ ദൂരെ കാണുന്ന റോളറിൻ്റെ അടുത്തോട്ട് എത്തണം കേട്ടോ നമ്മുടെ പേവർ. എന്നാലാണ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമ്മുടെ പേവറിന് ഈ കാണുന്ന സ്പീഡേ ഉള്ളൂ. ഇതാണ് പേവറിൻ്റെ മാക്സിമം സ്പീഡ്. ഓ, ബൈക്കൊക്കെ ചീറി അടിച്ച് പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നാമരം പോലെ ഒരു അടിപൊളി ജിയോയുടെ പമ്പ് വന്നിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടില്ല എന്ന് തോന്നുന്നു. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലിയർ പമ്പാണ്. അപ്പം നമ്മുടെ ലീഡർ അജയ് ചേട്ടൻ ഇതാ സൈഡിലെത്തി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പേവറിൻ്റെ വിറയിലായിട്ട് ഇതാ വീണ്ടും നമ്മുടെ 2 ടോറസ് വണ്ടികൾ വന്നിട്ടുണ്ട്. നമ്മുടെ താറിങ് വർക്കല്ല ഇപ്പം നല്ല സ്പീഡാണ് കേട്ടോ. ഒരുപാട് ഏരിയകളിൽ ഡെയിലി ഇപ്പോൾ താറിങ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ദൂരെയായിട്ട് ഇതാ സൂര്യൻ ഒരു ചെറിയൊരു പൊട്ട് പോലെ വരുന്നുണ്ട്. വയനാടനതാ വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. വണ്ടിയിലോട്ട് കയറി അപ്പോൾ പേവറൊക്കെ അടുത്ത് വരുന്ന കൂടെ തന്നെ നമ്മുടെ വയനാടിലൊക്കെ വണ്ടിയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു പേവർ ഇതാ ഏതാണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താറായി. നമ്മുടെ 2ാമത്തെ പേവറും ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം 2 വലിയ സ്കെയിലൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ടോപ്പ് ലെയറിൻ്റെ താറിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സെൻസറുകൾ വെച്ചിട്ടാണ് നമ്മുടെ ഈ പേവർ വരയ്ക്കുന്നത്. നമ്മുടെ ആദ്യം പോയ പേവർ ഇതാ ഏതാണ്ട് ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞില്ല, എത്താറായി. അപ്പോൾ തൊട്ട് പുറകെയായിട്ട് 2ാമത്തെ പേവറും പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സൂര്യൻ ഒന്നുകൂടി ഇതാ
നല്ല ഡാർക്കായിട്ട് അടിപൊളിയായിട്ട് ഉദിച്ച് വരുന്നുണ്ട്. കിണറായിട്ടുണ്ട്, നമ്മളെ കാണാതെ അവിടെ ഒളിച്ചു നിൽക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഈ ലോറിയുടെ സൈഡിലായിട്ടുണ്ട്. ആശ നമ്മുടെ ഒളിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നെ കൊണ്ടേ പോവല്ലേ. നമ്മുടെ അച്ഛനും ടീമും ഇത് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ബ്രേക്കർ വണ്ടിയാണ്. അപ്പൊ ചെർക്കള ഭാഗത്തോട്ടേക്കുള്ള പോക്കാണ് കേട്ടോ. അപ്പൊ ഞാനും പിണറായി ഇതാ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വായി നോക്കുകയാണ്. ഉയരങ്ങളിലല്ല, അത് മറന്നുകൊണ്ടാ. ഞങ്ങളിതാ മിക്സ് ഒന്നും തുടങ്ങിയില്ല. അപ്പൊ ജസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും ഒരു ചായപ്പൊടിയോ എന്തോ തുറന്നിക്കോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേങ്കിൽ റംസാൻ ആയതുകൊണ്ട്, നോമ്പായതുകൊണ്ട് ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല. അപ്പൊ സർവീസ് റോഡിൽ കൂടെ വണ്ടിയൊക്കെ നല്ല മിന്നൽ പോലെ പോകുന്നുണ്ട്. നമ്മുടെ പിണറായി ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പൊ നമ്മുടെ പേവറിൽ ഇതാ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വണ്ടികൾ ഇങ്ങനെ നിരനിരയായി വന്ന് കിടക്കുന്നുണ്ട്. നമ്മുടെ പിണറായിക്ക് പണി കിട്ടി കേട്ടോ. ടയറ് പഞ്ചറായി. ഇതല്ല ഇതാ കിട്ടി. ഇവിടെ പഞ്ചറാണ്. എന്നാ വണ്ടിയുടെ വേക്കം ഉണ്ടാച്ചേ. അപ്പോ നമ്മുടെ ഈ വണ്ടി പഞ്ചറായി. ഇനിയിപ്പോ ഈ വണ്ടി ഫസ്റ്റ് കൊണ്ടുപോയി തട്ടണം. നമ്മുടെ പിണറായിയുടെ വണ്ടി ഇതാ പതിയെ വരുന്നുണ്ട്. ആദ്യത്തെ ലോഡ് അത് തന്നെ തട്ടണം. ചെറിയൊരു പഞ്ചർ കിട്ടി. അപ്പോൾ നമ്മുടെ ടീമൊക്കെ ഇതാ ഇവിടെ വന്ന്, ഡ്രൈവേഴ്സൊക്കെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പേപ്പർ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. 2 പേപ്പർ ഇപ്പോൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അഭിലാഷ് പോല വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെയാണ്, പെട്ടെന്ന് മാറിപ്പോവും. നമ്മുടെ ശ്രീതേട്ടൻ ഇതാ കൈവച്ച് മുഖം മറച്ചുകൊണ്ട് പോകുന്നു. നമ്മുടെ പിണറായി ലൈറ്റൊക്കെ അടിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. ടയറ് പഞ്ചറായാലും ലുക്കിനൊരു കുറവുമില്ല. അതുപോലെ തന്നെ അഭിലാഷേട്ടൻ വണ്ടി കയറി. ഇനിയിപ്പോൾ അടുത്ത വണ്ടി മൂപ്പറാണ് വെക്കേണ്ടത്. അവസാനം ലോഡുമായി വന്ന പിണറായിക്ക് പഞ്ചറായ കാരണം ആദ്യം തന്നെ ലോഡ് തട്ടേണ്ടി വന്നു. അപ്പൊ നമ്മുടെ സൂര്യനൊക്കെ ഇതാ പൊങ്ങി വരുന്നുണ്ട്. നമ്മുടെ പിണറായിയുടെ വണ്ടി ഇതാ പേപ്പർ മെഷീനിലോട്ട് അടുപ്പിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുമാർജീത നടന്നു പോകുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ലോഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ടയറിന്റെ പഞ്ചറൊക്കെ നോക്കി നമ്മുടെ രാജയും അതുപോലെ തന്നെ കുമാർജിയൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ പേവറിൽ മിക്സ് വന്ന് തുടങ്ങി. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ മിക്സ് ഇങ്ങനെ സൈഡിലോട്ട് നീങ്ങി വരുന്നത്. നമ്മുടെ താറിങ് തുടങ്ങി. പേവർ മെഷീൻ ഇതാ ഇവിടെ ലെവലിങ് തുടങ്ങിക്കഴിഞ്ഞു. വലിച്ച് പോയി തുടങ്ങി. കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ എന്ന് നോക്കി നമ്മുടെ ലീഡർ അജയ് ചേട്ടനും ഇവിടെ നിൽപ്പുണ്ട്. നമ്മുടെ ഫസ്റ്റ് പേവർ കുറച്ച് മുന്നോട്ട് വലിച്ചു പോയാലാണ് രണ്ടാമത്തെ പേവർ സെറ്റ് ചെയ്ത് പോവുള്ളൂ. രണ്ടാമത്തെ പേവറുടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ദൂരെയായിട്ട് നമ്മുടെ വണ്ടിക്കാരൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല പിടുത്തം വിട്ട പണിയിലാണ്.
ഇനിയിപ്പോൾ വെയിലൊന്നോ സമയമൊന്നോ ഒന്നുമില്ല, നല്ല തകൃതിയായിട്ടുള്ള പണി തന്നെയായിരിക്കും. ഇനി ഈ പണി കഴിയണമെങ്കിൽ ഏകദേശം ഒരു വൈകുന്നേരം ഇല്ലെങ്കിൽ രാത്രിയാവും. ഇപ്പോൾ വെയിലും കാര്യങ്ങളൊന്നുമില്ല, സൂര്യൻ്റെ ഇത്രത്തോളം എത്തിയിട്ടേ ഉള്ളൂ. ഒന്നാമത്തെ പേപ്പർ വലിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. രണ്ടാമത്തെ പേപ്പർ ഇതാ ഇവിടെ വന്ന് സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വെള്ളം വണ്ടി എത്തിയിട്ടുണ്ട്. ഇത് എന്തിനാ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ റോളറിലൊക്കെ വെള്ളം നിറക്കണം കേട്ടോ. എല്ലാ റോളറിലും വെള്ളം നിറക്കണം. നമ്മുടെ താറിങ്ങിന് റോളറിൻ്റെ മുകളിൽ വെള്ളം, ഡ്രമ്മിൻ്റെ മുകളിൽ വെള്ളം സ്പ്രേ ചെയ്താണ് നമ്മുടെ താറിൻ്റെ മുകളിലായിട്ട് റോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വണ്ടി വെള്ളം നിറക്കാൻ വേണ്ടിയിട്ട് സൈഡിലോട്ട് അടുപ്പിച്ച് വെക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ രണ്ടാമത്തെ പേപ്പറിലോട്ട് സാധനം ലോഡ് തട്ടാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. നമ്മുടെ ഒന്നാമത്തെ പേപ്പർ ഇതാ ഇത്രത്തോളം ലെവൽ ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ രണ്ടാമത്തെ പേപ്പറും ഇതാ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത വണ്ടി ഇതാ ലോഡ് തട്ടാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നിലായിട്ട് നമ്മുടെ വിജയശാട്ടനും അതുപോലെ തന്നെ രാജയും നിൽപ്പുണ്ട്. പരിപാടി മൊത്തം കളറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും എല്ലാവരും തിരക്കിലാണ് കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം പണി തുടങ്ങി. സൂര്യൻ നല്ല രീതിയിൽ ഉദിച്ചുയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് വണ്ടി ഇതാ ലോഡ് തട്ടുന്നുണ്ട്. ബാക്കിയുള്ള വണ്ടികളൊക്കെ ലോഡ് തട്ടാൻ വേണ്ടിയിട്ട് അടുപ്പിച്ച് വെക്കുന്നുണ്ട്. ഒരു വണ്ടി ഇതാ ലോഡ് തട്ടിക്കഴിഞ്ഞു. നമ്മുടെ അഭിലാഷേട്ടൻ്റെ വണ്ടി ലോഡ് തട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ രാജയുടെ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. നമ്മളെ വണ്ടി ഇതേ ഈ കാണുന്നതാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് തട്ടാൻ പോകേണ്ടത് നമ്മളാണ്. മുന്നിലൊക്കെ ലോഡ് വന്ന് കിടപ്പുണ്ട്. നമ്മുടെ PTR ഒക്കെ ഇതാ സൈഡിലൂടെ പോവാണ്. ദൂരെയായിട്ട് നമ്മുടെ മഹേഷേട്ടനും അതുപോലെ തന്നെ വിവിയും ലോഡുമായി എത്തിയിട്ടുണ്ട്. നമ്മുടെ അഭിലാഷേട്ടൻ്റെ ലോഡ് കഴിഞ്ഞു കേട്ടോ. അപ്പം അവർ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജയുടെ വണ്ടി അടുത്ത ലോഡ് തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കപ്പാടിലാണ്. ഇപ്പോൾ രണ്ട് വണ്ടികളിലായിട്ട് ഇപ്പോൾ പേപ്പറിലോട്ട് ലോഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരെ സൈഡിലായിട്ട് നമ്മുടെ ടാറ്റയുടെ ഷോറൂമുണ്ട്. നമ്മുടെ ശ്രീതാടൻ്റെ വണ്ടി ലോഡ് തട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ പിറകിലായിട്ട് ഇതാ നമ്മുടെ ബാബുവേട്ടൻ്റെ വണ്ടി ലോഡ് തട്ടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത തട്ടേണ്ടത് നമ്മുടെ വണ്ടിയാണ്. നമ്മുടെ വണ്ടി ഇതാ റിവേഴ്സ് എടുത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ദൂരെയായിട്ട് നമ്മുടെ ഇതാ വിവിയുണ്ട് കേട്ടോ.
പേപ്പർ ഓപ്പറേറ്റർ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. സെൻസറൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലോഡ് തട്ടി പേപ്പർ വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ദൂരേറ്റ് ഇതാ ഒരു വണ്ടി തട്ടിക്കഴിഞ്ഞു. നമ്മൾ ലോഡൊക്കെ തട്ടി ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത ലോഡ് എടുക്കണം. നമ്മുടെ കൂടെ ഇപ്പോൾ ഇതാ ശ്രീജ ചേട്ടനാണ് ഉള്ളത്. നമ്മൾ ഇന്ന് ശ്രീജ ചേട്ടൻ്റെ കൂടെയാണ്. ഇപ്പോൾ ദൂരെയായിട്ടൊരു PTR ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ വിദ്യാനഗർ VUP ആണിത്, അണ്ടർ പാസേജ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മുന്നിലായിട്ട് നമ്മുടെ വിദ്യാനഗർ കോളേജിൻ്റെ അടുത്തുള്ള ഫോട്ടോ പിടിച്ചും കാണാം. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മള് വിദ്യാനഗറിന്ന് അനങ്കൂരൊക്കെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ നല്ല ലൈനൊക്കെ വരഞ്ഞ് ഗംഭീരാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോ പ്ലാന്റിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ ടയർ ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ടയറൊക്കെ കഴിച്ചു. നമ്മുടെ പിണറായിയുടെ കാര്യമായിട്ടുള്ള പണിയിലാണ് കേട്ടോ. പിണറായിയുടെ വണ്ടിയുടെ ടയർ പഞ്ചറായി ഇവിടുന്ന് ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. പിണറായിക്ക് വണ്ടിയിൽ പണിയില്ലെങ്കിലും ടയർ വീടിയിൽ പണിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായിട്ടുള്ള പണിയിലാണ്. നമ്മുടെ ടയറൊക്കെ കഴിച്ചതിന് കൊടുക്കണം. അതുപോലെ തന്നെ പിണറായിയുടെ വണ്ടിയുടെ ടയർ ഇതാ ഇവിടെ പഞ്ചറായ ടയർ കഴിച്ചു വെച്ചിട്ടുണ്ട്. പിണറായി ഇവിടെ തകൃതിയായിട്ടുള്ള പണിയിലാണ് കേട്ടോ. അടിച്ചു പൊട്ടിക്ക്. നമ്മൾ ടയറൊക്കെ മാറ്റി നമ്മൾ വീണ്ടും ലോഡെടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് കുമ്പള എത്തി കേട്ടോ. അപ്പൊ കുമ്പള ബസ് സ്റ്റാൻഡിന്റെ ഏരിയയൊക്കെയാണ് ഇത്. അപ്പൊ ഇവിടെ നിന്ന് കുറെ ആളുകൾ ചോദിച്ചിരുന്നു ഇവിടെ എങ്ങനെയാണ് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുക എന്ന്. ഇത് ഈ വഴി തന്നെയാണ് കേട്ടോ നമ്മുടെ ബസ്സൊക്കെ വരുന്നത്. നമ്മുടെ അണ്ടർപാസിന്റെ അടിയിലൂടെ തന്നെയാണ് ബസ് ഇതിലോട്ട് കയറുന്നത്. അത് മാത്രമല്ല നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് മാറ്റിയിട്ട് സ്ഥാപിക്കും എന്നുള്ളൊരു ഇൻഫർമേഷനും കൂടി കിട്ടിയിട്ടുണ്ട്. ചെറിയ പാലത്ത് നിന്ന് ഇതാ പൂഴി വരുന്നൊരു കാഴ്ച. ഇത്ര തോണികളല്ലേ. നമ്മളിതാ പോയി കാസർഗോഡ് കറന്തക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലൈ ഓവറൊക്കെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. കറന്തക്കാട് ഇപ്പോൾ റോഡിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. താഴേക്ക് ഇപ്പോൾ GSB ഒക്കെ അടിച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോക്കിന് ഇവിടെ കാര്യമായിട്ടുള്ള കുറവൊന്നുമില്ല. എന്തായാലും നമ്മുടെ ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിലുള്ള വർക്ക് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ല വിശാലമായൊരു സ്ഥലം തന്നെയായിരിക്കും. നമ്മുടെ ശ്രീജ ചേട്ടൻ ഇതാ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. മധുരേക്ക് പോകുന്ന റോഡൊക്കെ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഇവിടെയായിട്ടിപ്പോൾ GSB ഒക്കെ ലെവൽ ചെയ്ത് നല്ലൊരു റോഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരെ ഫ്രണ്ടിലായിട്ട് ഇറ്റാച്ചി ഒക്കെ കട്ട് ചെയ്യുന്ന കാണാം. ഈ ഫ്ലൈ ഓവറിന്റെ തണല് നല്ലൊരു സുഖം തന്നെയാണ്. നല്ല തണലത്ത് ഇവിടെ എല്ലാവർക്കും വർക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ചെറിയൊരു പണി മാത്രമേ ഇനി ഫ്ലൈ ഓവറിന് ബാലൻസ് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം താറിങ്ങിന്റെ പരിപാടി തുടങ്ങും. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലൊക്കെ ഇതാ ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പഴയ റോഡൊക്കെ മൊത്തം കീറി മുറിച്ചു. അതിലൂടെ ഇപ്പോൾ ഡ്രെയിനേജ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടൈലർ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ കമ്മത്ത് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലും അതേപോലെ തന്നെ ഇതാ ഡ്രെയിനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട്. കൾവേട്ടിന്റെയും ഡ്രെയിനേജിന്റെ ഒക്കെ വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ ഈ ചില ഇങ്ങനത്തെ ഏരിയകളിൽ നമ്മുടെ ഫ്ലൈ ഓവറിന്റെ വർക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ താറിങ്ങൊക്കെ
സ്റ്റാർട്ടാവും. ഇവിടെയൊക്കെ ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ട് ഇതാ ഓരോ സാധനങ്ങൾ ഗ്രിപ്പൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും പണി തന്നെയാണ് കേട്ടോ. പണിയുടെ അവസാന ഘട്ടം എന്ന് വേണം പറയാൻ. മൊത്തത്തിൽ അങ്ങോട്ട് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഫസ്റ്റ് റീച്ച് വെച്ചാൽ നമ്മുടെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ഈ ഏരിയ മൊത്തത്തിൽ അങ്ങോട്ട് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാസർഗോഡ് ടൗണിലായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടേക്ക് ഇതാണ് അവസ്ഥ. നല്ല അടിപൊളിയൊരു പാലം ഇങ്ങനെ നീണ്ടു നിവർന്ന് വളഞ്ഞു കിടക്കുന്നു. ഈ ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ നിന്ന് കാണുന്ന ഈ കാഴ്ച നല്ലൊരു മനോഹരമാണ്. കാരണം ഇവിടെ നിന്ന് നമ്മുടെ പാലം ഒരു ചെറിയൊരു കർവോട് കൂടെ വളഞ്ഞാണ് പോകുന്നത്. ഇവിടെയൊക്കെ ഇനി പണി തീരാനുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇനി ഒരുപാട് പണിയെടുക്കാനുണ്ട്. താഴെയൊക്കെ ഒരുപാട് പണിയുണ്ട്. അപ്പൊ നമ്മുടെ പാലം ഓപ്പൺ ആക്കിയതിന് ശേഷം താഴെയുള്ള പണി സ്പീഡിൽ ബാക്കി കൂടി ചെയ്യും. അപ്പൊ പരമാവധി വേഗത്തിൽ നമ്മുടെ ഫ്ലൈ ഓവർ ഓപ്പൺ ആക്കേണ്ട പ്രവൃത്തികൾ നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ താഴെയുള്ള ഫ്ലൈ ഓവറിന് നേരെ താഴെയുള്ള പണികളും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ ഏരിയയിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം മാറി ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ആയി കഴിഞ്ഞു. ഇവിടെയൊക്കെ ഇനി വർക്കുണ്ട്. നമ്മുടെ താഴത്തെ സർവീസ് റോഡിന്റെയും അങ്ങനത്തെ ഓരോരോ വർക്കുകൾ ഇനി കിടപ്പുണ്ട്. ഇന്റർലോക്കിന്റെ പണിയൊക്കെ ഉണ്ട്. ഫ്ലൈ ഓവറിന്റെ അടിയിലായിട്ടൊക്കെ ഇപ്പോൾ ഇന്റർലോക്ക് ഒരുപാട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ വീണ്ടും വിദ്യാനഗർ കോളേജിനടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ താരങ്ങി എത്രത്തോളം എത്തി എന്നറിയില്ല. നമ്മള് കുറച്ച് ടാറൊക്കെ മാറ്റി കുടിക്കിയത് കൊണ്ട് കുറച്ച് സമയമെടുത്തു. രണ്ടാമത്തെ ലോഡുമായിട്ട് ഇപ്പൊ വന്നുകൊണ്ടേയിരിക്കുന്നേ. അപ്പൊ നമ്മുടെ റോളർ ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ ഇതാ താറിങ്ങിന്റെ മിക്സ് തട്ടിയിട്ട് വരുന്ന വണ്ടിയാണ് മുന്നിൽ കാണുന്നത്. ഇപ്പൊ എവിടെ വരെ എത്തി എന്നൊന്നും അറിയില്ല. അതേപോലെ എമഷൻ വണ്ടിയാണ് കേട്ടോ നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെയൊക്കെ നമ്മുടെ കംപ്രസർ ഉപയോഗിച്ചിട്ട് പൊടിയൊക്കെ പോക്കുകയാണ്. ഇനി ഇവിടെയൊക്കെ എമഷൻ അടിച്ച് ശരിയാക്കണം. നമ്മുടെ വിദ്യാനഗർ അണ്ടർപാസിന്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ വരെ എമഷനൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരെയുള്ള ടാറിങ് നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. പേവരിത വലിച്ചു പോവുകയാണ്. നായന്മാർമൂല പള്ളിയുടെ മുന്നിലായിട്ട് ഇപ്പോൾ ടാറിങ് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി ഇപ്പോൾ പേവറിലോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തകൃതിയായിട്ടുള്ള ടാറിങ് തന്നെയാണ് കേട്ടോ. റോളറൊക്കെ ഇതാ നല്ല അറഞ്ചം പറഞ്ച അടിയാണ്. നമ്മുടെ 4 റോളറുകളാണ് ഇപ്പോൾ ഒരുമിച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും ഓരോരോ ഗ്യാപ്പില്ലായിട്ടാണ് കേട്ടോ അടിച്ചുകൊണ്ടിരിക്കുന്നത്. മൊത്തം പണി തന്നെയാണ്. നല്ല ചൂടുള്ള പണി. നമ്മുടെ റോളർ കൂട്ടന്മാർ ഇതാ നേരെയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ ഇത്രത്തോളം ടാറിങ് ചെയ്തിട്ടുണ്ട്. നമ്മളെ റോളറൊക്കെ ഇതാ അങ്ങ് ദൂരെ എത്തി. അതേപോലെ നമ്മുടെ വണ്ടി ഇപ്പോൾ ലോഡിങ്ങിൽ വെച്ച് മിക്സ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എഞ്ചിനീയർമാരൊക്കെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടാണ് ഈ ടാറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഫൈനൽ ലെവൽ ടാറിങ് ആണ്. ഓരോ സമയവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പേവറിൻ്റെ സെൻസറിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ തിക്നെസ്സും ഒക്കെ മെഷർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വാഹനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ലോഡ് ഇവിടെ തട്ടി തീരാറായിട്ടുണ്ട്. മൊത്തത്തിൽ ഈ
തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടുന്ന് പറഞ്ഞ് ക്ലിയർ ആക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് അതിൻ്റെ കൺട്രോളൊക്കെ. ഇപ്പോഴേ നമ്മൾ താറ് ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പിൽ ഇതുപോലുള്ള നാട്ടുകാർ ചേട്ടൻ വന്നിട്ട് ഫുള്ള് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് ഇതാ വണ്ടി ഒന്നും പോകത്തില്ല, നമ്മൾ താറ് ചെയ്തുകൊണ്ട് പോവാണ്. അപ്പോഴാണ് നാട്ടുകാരനായിട്ടുള്ള ഈ ചേട്ടൻ ഇവിടെ വന്നിട്ട് ഫുള്ള് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതുപോലുള്ള ആളുകൾ ദയവ് ചെയ്തൊന്ന് സഹകരിക്കണം. നമ്മൾ മെഷീനറീസിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങിപ്പോയാൽ മരണം വരെ സംഭവിക്കാം. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ വണ്ടി ലോഡ് തട്ടിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സ്ഥലം. ഇവിടെ നിന്ന് ആളുകളൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഇങ്ങനെ വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താറിങ് ഇത്രത്തോളം എത്തി. ഇനി നമ്മുടെ വണ്ടി സാധനം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോകണം. നമ്മൾ വീണ്ടും നമ്മുടെ മോർത്താനുള്ള പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ താർ മിക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും കാസർഗോഡ് പോയിട്ട് ലോഡ് തട്ടിയിട്ട് വീണ്ടും തിരിച്ച് വന്ന് ലോഡ് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. ഒരുപാട് ദൂരമുണ്ട് ഇവിടുന്ന്. ഏകദേശം ഒരു 35 കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പ്ലാന്റൊക്കെ നല്ല തകൃതിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വണ്ടി ലോഡായിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇപ്പോൾ പ്ലാന്റിൽ നിന്ന് ലോഡായിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. താർ മിക്സ് ഇതാ വന്ന് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോഡുമായിട്ട് സൈറ്റിലെത്തി. നമ്മുടെ വണ്ടി ഇപ്പോൾ ലോഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഏതാണ്ട് വിദ്യാനഗറിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൈഡിലായിട്ടുള്ള പാർട്ടി ഓഫീസിൻ്റെ മുന്നിലായിട്ട് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മുടെ ലോഡൊക്കെ കഴിഞ്ഞു. നമ്മൾ വീണ്ടും പ്ലാന്റിലോട്ട് പോവാണ്. ഇനിയിപ്പോൾ നാളെ ലോഡുള്ളൂ. നമ്മളിപ്പോൾ ഉപ്പള എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കമ്പനിയുടെ ബസ് ഇതാ നേരെ മുന്നിലായിട്ട് പോകുന്നുണ്ട്. ഉപ്പള നമ്മുടെ ഫ്ലൈ ഓവറിനടുത്തായിട്ട് നല്ല കാര്യമായിട്ടുള്ള വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആറിവാളിൻ്റെ പണി ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഫ്രിക്ഷൻ സ്ലൈവിൻ്റെ വർക്കൊക്കെ നടക്കേണ്ടതുണ്ട്.